ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 5-ലെ 7-ാമത്തെ ശ്ലോകം പഠിക്കാം. നമുക്ക് ശ്ലോകം ചൊല്ലാം. ഭൂമൻ മാനസബുദ്ധ്യഹം കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാത് സത്വാംശയേവാസൃജത് ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണസ്തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപതേ ശബ്ദോ ജനിത്വദ്ബലാത്. കഴിഞ്ഞ ശ്ലോകത്തിൽ അഹങ്കാരതത്വം ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലിൻ്റെ ക്രമം അനുസരിച്ച് 3 തരത്തിലുണ്ട്. അത് വൈകാരിക അഹങ്കാരം, തൈജസ അഹങ്കാരം, താമസ അഹങ്കാരം എന്നിങ്ങനെയാണ്. അതിൽ തന്നെ വൈകാരിക അഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളുടെയും 4 അന്ധകരണങ്ങളുടെയും അധിഷ്ഠാന ദേവതമാരെ സൃഷ്ടിച്ചതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ ഈ 4 അന്ധകരണങ്ങളെയും 10 ഇന്ദ്രിയങ്ങളെയും സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ഭൂമൻ മാനസബുദ്ധ്യഹംകൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസൃജത്. ഭൂമൻ, അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, മാനസബുദ്ധ്യഹംകൃതി, മാനസം എന്നാൽ മനസ്സ്, പിന്നെ ബുദ്ധി, അഹംകൃതി അഹങ്കാരം, ഇലത്ത് അതിനോടുകൂടി ചിത്താഖ്യ ചിത്തം, ഇങ്ങനെയൊക്കെ പേരുകളോട് കൂടിയ, അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇവയാണ് 4 അന്ധകരണങ്ങൾ. അങ്ങനെ ഇവയോട് കൂടിയ വൃത്യന്വിതം, അങ്ങനെയുള്ള അവസ്ഥകളോട് കൂടിയ തച്ച് അന്ധകരണം, തത് ച അന്ധകരണം, തത് അങ്ങനെയുള്ള ച, തത് ച അങ്ങനെയുള്ള ആ അന്ധകരണം, അന്ധകരണത്തെ വിഭോ ഭഗവാനെ തവ ബലാത്, തവ അങ്ങയുടെ ബലാത്, ബലം കൊണ്ട് അല്ലെങ്കിൽ ശക്തി കൊണ്ട് അല്ലെങ്കിൽ അങ്ങയുടെ പ്രേരണയാൽ സത്വാംശ ഏവ അസൃജത്. സത്വാംശ, ഈ സത്വഗുണം കൂടുതലുള്ള വൈകാരിക അഹങ്കാരത്തിൽ നിന്ന് ഏവ അസൃജത്, ഏവ ഇപ്രകാരം അസൃജത് സൃഷ്ടിച്ചു. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നീ പേരുകളോട് കൂടിയ ആ അന്ധകരണത്തെയും അങ്ങയുടെ പ്രേരണയാൽ സത്വാംശപ്രധാനമായ വൈകാരിക അഹങ്കാരത്തിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു എന്നാണ് ആദ്യത്തെ 2 വരികളിൽ പറയുന്നത്. നമുക്കിനി അടുത്ത 2 വരികൾ നോക്കാം. ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണസ്തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപതേ ശബ്ദോ ജനി ത്വദ്ബലാത്. ജാതഃ ജനിച്ചു അല്ലെങ്കിൽ സൃഷ്ടിച്ചു, തൈജസതോ തൈജസതഃ രജോഗുണം പ്രധാനമായ തൈജസഹങ്കാരത്തിൽ നിന്ന് ദശേന്ദ്രിയഗണം, ദശം 10, ദശേന്ദ്രിയം 10 ഇന്ദ്രിയങ്ങളെ, ദശേന്ദ്രിയഗണം ആ 10 ഇന്ദ്രിയങ്ങളുടെ ഗണത്തെ സൃഷ്ടിച്ചു. 10 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, ചെവി, കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, 5 കർമ്മേന്ദ്രിയങ്ങൾ, വാക്കുകൾ, കൈകൾ, കാലുകൾ, വിസർജനേന്ദ്രിയങ്ങൾ, പ്രത്യുൽപാദനേന്ദ്രിയം, ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ചേർത്ത് ദശേന്ദ്രിയ ഗണം 10 ഇന്ദ്രിയങ്ങളുടെ ഗണത്തെ തൈജസത രജോഗുണ പ്രധാനമായ തൈജസഹങ്കാരത്തിൽ നിന്ന് ജാതഃ സൃഷ്ടിച്ചു. തത് താമസാംശാത് പുനഃ, തത് ആ താമസാംശാത് താമസഗുണം, തമോ ഗുണം കൂടുതലായിട്ടുള്ള താമസ അഹങ്കാരത്തിൽ നിന്ന്, താമസാംശാത് തമോ ഗുണത്തിൻ്റെ അംശം കൂടുതലായിട്ടുള്ള താമസ അഹങ്കാരത്തിൽ നിന്ന് പുനഃ പിന്നീട് തന്മാത്രം തന്മാത്രയെ, നഭസോ നഭസഹ, നഭസ് എന്ന് പറഞ്ഞാൽ ആകാശം, അപ്പോൾ തന്മാത്രം നഭസഹ ആകാശത്തിൻ്റെ തന്മാത്രയെ മരുത്പുരപതേ ഗുരുവായൂരേശ ശബ്ദോജനി, ശബ്ദത്തെ ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദത്തെ അജനി
ജനിപ്പിച്ചു അല്ലെങ്കിൽ സൃഷ്ടിച്ചു. ത്വദ് ബലാദ്, ത്വദ് അങ്ങയുടെ, ബലാദ് ബലം കൊണ്ട് അല്ലെങ്കിൽ അങ്ങയുടെ ശക്തിയാൽ, അങ്ങയുടെ പ്രേരണയാൽ. അതായത് രജോ ഗുണപ്രധാനമായ തൈജസഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയഗണങ്ങളെയും തമോ ഗുണം കൂടുതൽ ഉള്ള താമസാഹങ്കാരത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദത്തെയും അങ്ങയുടെ പ്രേരണയാൽ, അങ്ങയുടെ ശക്തിയാൽ സൃഷ്ടിച്ചു എന്നാണ് ഈ രണ്ടാമത്തെ 2 വരികളിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ പേരുകളോടുകൂടിയ ആ അന്ധകരണത്തെയും അങ്ങയുടെ പ്രേരണയാൽ സത്വാംശപ്രധാനമായ വൈകാരിക അഹങ്കാരത്തിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു. പിന്നീട് രജോ ഗുണം കൂടുതലുള്ള തൈജസഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയഗണങ്ങളെയും തമോ ഗുണം കൂടുതലുള്ള താമസഹങ്കാരത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദത്തെയും സൃഷ്ടിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭൂമൻ മാനസബുദ്ധ്യഹം കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാത് സത്വാംശയേവാസൃജത്. ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണസ്തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപതേ ശബ്ദോ ജനിത്വദ്ബലാത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ഭൂമൻ മാനസബുദ്ധ്യഹം കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാത് സത്വാംശയേവാസൃജത്. ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണസ്തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപതേ ശബ്ദോ ജനിത്വദ്ബലാത്. 8ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.